നമസ്കാരം. അപ്പോൾ സംസാരം ടി വിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇളവരശി മേഡത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്, തൃശ്ശൂർ. ഇളവരശി മേഡത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ആളുകൾ 4 മാസം കൊണ്ട് 4 ലക്ഷത്തോളം ആളുകൾ കണ്ടു. രണ്ടാമത്തെ വീഡിയോ ഏകദേശം 1 ലക്ഷത്തോളം എത്താൻ പോവുകയാണ്. മൂന്നാമത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിട്ടിരുന്നു, അതും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിപ്പോൾ 4ാമത്തെ വീഡിയോയാണ് ഇളവരശി മേഡത്തിൻ്റെ. ചിപ്സ് കുറേ വെറൈറ്റി ഉണ്ടാക്കിയിരുന്നു. ഇപ്രാവശ്യം വേറൊരു വെറൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ചാനലിലേക്ക്, ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ പ്രധാനപ്പെട്ട ഇളവരശി മേഡത്തിന് സംസാരം ടി വിക്ക് പരിചയപ്പെടുത്തി തന്നത് ഈ സാറാണ്, സുനീഷ് എന്ന് പറയും. ഇദ്ദേഹം ഈ കേരളത്തിലെ സംരംഭകരെ, ഇതുപോലുള്ള നവാഗതരായ സംരംഭകരെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കണ്ടെത്തി നമ്മളെപ്പോലുള്ള ചാനലിൻ്റെയും മാധ്യമപ്രവർത്തകരെയൊക്കെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകം പ്രോത്സാഹനം അറിയിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ചാനലിന് വേണ്ടി, സംസാരം ടി വിക്ക് വേണ്ടിയിട്ട് ഒരു അഭിനന്ദനം പ്രത്യേകം സുനീഷ് സാറിന് അറിയിക്കുകയാണ്. അപ്പോൾ ഇളവരശി മേഡം, എന്താണ് നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് അടുത്ത ഈ എപ്പിസോഡിലേക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ളത്? ഇന്നത്തെ വിഭവം നമ്മളുടെ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് വരുന്ന ഒരു സ്നാക്സ് പ്രൊഡക്റ്റാണ്. അതായത് പഞ്ചാബി സമോസ എന്ന് പറയും. അത് നമ്മൾ ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടാം. ഗോതമ്പ്, നെയ്യ്, അതുപോലെ തന്നെ അരിമോദകം, ജീരകം, പെരിഞ്ജീരകം, അതുപോലെ തന്നെ മല്ലിയില, ഉരുളൻകിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, പുതിനയില, അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് വേണ്ടത്. അതിലേക്ക് മസാല എന്ന് പറയാനായിട്ട് 2-3 ഐറ്റംസ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും മസാല വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിൽ ആ കൂടി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി, അത്രമാത്രം നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ പഞ്ചാബി സമൂസ ഉണ്ടാക്കുന്നതിലേക്ക് കാണാം. ആദ്യം നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഈ മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ബീൻസ്, ഈ 3 ഐറ്റം നമ്മളൊരു ചെറിയ സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിക്കും. അതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അത് വേവിക്കുക. എന്നിട്ടത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഗോതമ്പും നെയ്യും ഉപ്പും അരിമോദകവും ഇതും കൂടിയിട്ട് നമ്മൾ കൂട്ടി നന്നായി കുഴച്ച് കുറച്ച് സമയം ഈ മാവിന് നമ്മൾ ഇതാക്കാൻ വയ്ക്കും. അതിനുശേഷം നമ്മളിത് പരത്തി സമൂസയുടെ മോഡലിൽ അത് നമുക്ക് നേരിട്ട് കാണാം. അതേപോലെ തന്നെ അതിന് ശേഷം ഈ മസാല അതിൽ വെച്ച് പൊരിച്ചെടുക്കുന്നതാണ് മോഡല്. നമുക്ക് നേരിട്ട് കാണാം. എൻ്റെ പേര് ഇളവരശി പി ജയകാന്ത് എന്നാണ്. അശ്വതി ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞ ഒരു 4 സ്ഥാപനം തൃശ്ശൂർ നടത്തുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടും പുത്തമ്പള്ളിയുടെ ബാക്ക് സൈഡിലൊരു 2 ഷോപ്പും, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുറുക്കഞ്ചേരി ചിയാരം വഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഷോപ്പുമാണ്. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ആയിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ എന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഖത്തർ, ന്യൂസിലാൻഡ്, അതുപോലെ എന്താ പറയുക USA, കാനഡ, അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ ഫീഡ്ബാക്ക് എന്ന് പറയാം. ഇപ്പോഴത്തെ നമ്മളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ ഞാൻ തൃശ്ശൂരാണ്. ഞാൻ പ്രോപ്പർ തമിഴ്നാട്ടുകാരിയാണ്. മധുരൈ ഉസിലമ്പട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ നാട്. ഞാനിവിടെ ജനിച്ചപ്പോൾ തൃശ്ശൂർ തന്നെയാണ്. ഇവിടെയാണ് ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം തന്നെ. ഞങ്ങൾ എന്താ പറയുക, പാരമ്പര്യമായിട്ട് ഈ മിച്ചർ, മുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തലയിൽ ചുമടൊക്കെ ആയിട്ട് നടന്ന് ആണ് എൻ്റെ പാരമ്പര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ അച്ഛന് 7 മക്കളാണ്. 7 പേർക്കും ഇതേ തൊഴിൽ തന്നെയാണ്. പല രീതിയിൽ ചെയ്യുന്നു, പല നാടുകളിൽ ചെയ്യുന്നു എന്ന് മാത്രം. ഞാനിത് കാർഷിക അടിസ്ഥാനത്തിൽ ഇവിടെ കൃഷി എന്താ പറയുക പഠിച്ചിട്ടാണ് നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്തു വരുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ
ക്വാളിറ്റി എന്ന് പറയാൻ വിത്തൗട്ട് പ്രിസർവേറ്റീവ് വിത്തൗട്ട് കളറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒരു 90% ഉള്ള പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. അതുപോലെ തന്നെ എന്താ പറയുക ഈ പഴയ നാടൻ വിഭവങ്ങൾ നല്ല രീതിയിൽ നല്ല ക്രിസ്പായിട്ടും എന്താ പറയുക നല്ല ക്വാളിറ്റിയിലും നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റിലും ടച്ചിലും തന്നെയാണ് നമ്മളുടെ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുത്തു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെയും വിജയം എന്ന് പറയുന്നത്. അതിന് ഞാൻ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചാബി സമൂസ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പരീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ അടുത്ത എന്തെങ്കിലും സർപ്രൈസ് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ സംസാരം ടി വിക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഇങ്ങനെ വിഭവങ്ങളൊക്കെ നന്നായി തയ്യാറാക്കുന്നതിന് പ്രത്യേക അഭിനന്ദനം പറയുകയാണ്. പ്രത്യേകിച്ച് നന്ദി പറയുന്നു നമ്മുടെ പ്രേക്ഷകരോടും. വീണ്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇവരെ പോലത്തെ ധാരാളം സംരംഭകർ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.